പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാൻ തീവ്രവാദികൾ എന്താണോ ഉന്നം വെച്ചത്, എന്താണോ അവരുടെ ഉദ്ദേശം, അത് തന്നെയാണ് ഈ ഇന്ത്യയിലെ സംഘികൾ കൃത്യമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. മതം നോക്കി നീ ഹിന്ദുവാണോ മുസൽമാനാണോ എന്ന് ചോദിച്ചുകൊണ്ട് ഓരോ മനുഷ്യരെയും വെടിവെച്ച് കൊലപ്പെടുത്തുമ്പോൾ അതിലൂടെ ഇന്ത്യയിൽ മുസ്ലിമീങ്ങളും ഹിന്ദുക്കളും തമ്മിലൊരു വർഗീയ വേർതിരിവുണ്ടാവുകയും അതിൻ്റെ ഭാഗമായിട്ട് ഒരു കലാപത്തിലൂടെ രാജ്യത്തിൻ്റെ ആ ഒരു സാഹോദര്യവും സ്നേഹവും ഇല്ലാതാക്കുക എന്നുള്ള കൃത്യമായ ഒരു അജണ്ട ആ ഭീകരവാദികൾക്കുണ്ടായിരുന്നു. ആ അജണ്ടയാണ് സംഘികൾ ഇവിടെ നടപ്പിലാക്കുന്നത്. എന്നാൽ ആ പാകിസ്ഥാനിലെ ഭീകരവാദികളുടെയും ഇന്ത്യയിലെ സംഘികളുടെയും എല്ലാ അജണ്ടകളെയും നിഷ്പ്രഭമാക്കിക്കൊണ്ട് യഥാർത്ഥ മുസൽമാൻ ആരാണെന്നും ഇസ്ലാം എന്താണ് എന്നുള്ളത് കൃത്യമായി കശ്മീരിലെ ഓരോ മുസ്ലിം സഹോദരന്മാരും ലോകത്തിന് കാഴ്ചവെക്കുകയാണ്. നോക്കൂ, ഞാൻ നിങ്ങൾക്ക് മനോഹരമായ ഒരു വീഡിയോ കാണിച്ചു തരാം. സമൂഹ മാധ്യമങ്ങളിലെങ്ങും ഈ ഒരു വീഡിയോ വലിയ രീതിയിൽ വൈറലാവുകയാണ്. കശ്മീരിലെ ഒരു മുസ്ലിം സഹോദരൻ ഒരു കുട്ടിയെ തോളിലേറ്റിക്കൊണ്ട് ഓടുന്ന ഒരു രംഗമാണ്. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ ഭാഗമായിട്ട് ആളുകൾ ഇങ്ങനെ ഭയപ്പെട്ടോടുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു കുട്ടിയും കൊണ്ടാണ് ആ കാശ്മീരിലെ യുവാവ് അവിടെ നിന്നും ഓടിപ്പോകുന്നത്. ആ ഓടുന്ന യുവാവ് ഒരു മുസ്ലിമാണ്. തന്റെ പുറകിലിരിക്കുന്ന കുട്ടിയാകട്ടെ ഒരു ഹിന്ദു. എന്നാൽ ഓടുന്ന സമയത്ത് തന്റെ തോളിൽ ഇരിക്കുന്ന ആ ഒരു കുട്ടി ഹിന്ദുവാണോ മുസൽമാനാണോ എന്ന് അദ്ദേഹത്തിന് അറിയില്ല. നീ ഒരു ഹിന്ദുവാണോ മുസ്ലിമാണോ എന്ന് ചോദിച്ചുകൊണ്ട് മതം നോക്കിയല്ല അദ്ദേഹം ആ കുട്ടിയെ രക്ഷപ്പെടുത്തിയത്. ഒരു മനുഷ്യനെ രക്ഷപ്പെടുത്തിയാൽ മുഴുവൻ മനുഷ്യരെയും രക്ഷപ്പെടുത്തിയതിന് തുല്യമാണ് എന്ന് പഠിപ്പിക്കുന്ന ആ ഇസ്ലാമിന്റെ സുന്ദരമായ ഒരു ആദർശം, ആ ഇസ്ലാമിന്റെ സുന്ദരമായ മനോഹാരിത, അത് തന്നെയാണ് ഈ മനുഷ്യനിൽ കാണുവാൻ സാധിക്കുന്നത്. ഇതാണ് ഒരു യഥാർത്ഥ മുസ്ലിം. ഈ മുസ്ലിമീങ്ങളെയാണ് വർഗീയവാദികളെന്നും തീവ്രവാദികളെന്നും സകല ഇസ്ലാമിക വിരുദ്ധരും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിൽ ആ ഒരു തീവ്രവാദികൾ ചെയ്തുകൂട്ടിയ ആ ഒരു നരാധമ പ്രവർത്തനത്തെ അതിനെ എടുത്തുകൊണ്ട് ലോകത്തുള്ള എല്ലാ മുസ്ലിമീങ്ങളും ഇത്തരക്കാരാണ് എന്ന് വരുത്തി തീർക്കാൻ ചില വർഗീയവാദികൾ കിടഞ്ഞു പരിശ്രമിക്കുന്നുണ്ട്. സംഘികളും ക്രിസംഘികളും അതോടൊപ്പം ആരിഫ് ഹുസൈനെ പോലെയുള്ള എക്സ് മുസ്ലിം എന്ന് പറയുന്ന കുറെ നരാധമന്മാരും ഇത്തരത്തിൽ ഈ ഒരു വിഷയത്തെ വഴിതിരിച്ചു വിട്ടുകൊണ്ട് ഇതിലൊരു ഹിന്ദു മുസ്ലിമീങ്ങളും തമ്മിൽ പരസ്പരം തമ്മിലടിപ്പിക്കാനുള്ള ഒരു വർഗീയ കലാപമുണ്ടാക്കാനുള്ള കൃത്യമായ അജണ്ടകൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അത്തരം വർഗീയവാദികളുടെ എല്ലാം അജണ്ടകളെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള ഓരോ വാർത്തകളാണ് ദിനംപ്രതി ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നത്. നമുക്കൊരു സഹോദരി സമൂഹ മാധ്യമങ്ങളിലൂടെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു. മനോഹരമായ ഒരു വീഡിയോ ആയിരുന്നു അത്. പഹൽഗാം ഭീകരാക്രമണത്തിൽ ഒറ്റപ്പെട്ടു പോയ ഒരു സഹോദരി, ആ സഹോദരിയെ രക്ഷപ്പെടുത്തിക്കൊണ്ട് അവർക്ക് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുത്തത് ഒരു കശ്മീരിലെ ഒരു മുസ്ലിമായ സഹോദരനായിരുന്നു. नमस्ते, मैं मेघा शर्मा कोटा राजस्थान से। मैं यहाँ श्रीनगर घूमने के लिए आई थी। कल हम श्रीनगर से पहलगाम की तरफ जा रहे थे, तो पहलगाम बस स्टैंड पर हमको पता चला कि वहां पर अटैक हुआ है और भगदड़ मची हुई है। तब हमें वहां पर एक कश्मीरी भाई मिले। ये हैं तनवीर मीर, कश्मीरी भाई हैं। इन्होंने वहां पर हमारी मदद करी। जिस प्रकार से बताया जाता है कि कश्मीरी लोग बहुत बुरे होते हैं, टेररिस्ट होते हैं, वो हिंदुओं को मारते हैं या उनके साथ गलत करते हैं, ऐसा हमें यहाँ कुछ नहीं लगा। इतने बुरे हालात में इन्होंने वहां हमें हेल्प किया। वहां से हमें अपने घर कश्मीर कुपवारा में इनका घर है कश्मीर में, वहां हमें ये लेकर के आए। इनके परिवार ने हमें बहुत अच्छे से रखा। 3 टाइम का हमें खाना पीना सब कुछ यहाँ पे खिलाया। बहुत हमें प्यार मिला। जैसा दिखाते हैं कि कश्मीरी लोग बहुत गंदे होते हैं, मार देते हैं, टेररिस्ट होते हैं, ऐसा यहाँ हमें बिल्कुल कुछ नहीं लगा। हम लोग उस टाइम इतने घबराए हुए थे। अब जब हम इनके साथ हैं, बिल्कुल हम कल से एकदम सेफ फील कर रहे हैं, वरना हम लोग काफी डर गए थे। अब हमें काफी अच्छा लग रहा है। इन्हें ऊपर वाला अच्छा रखे, सेहतमंद रखे। इन्होंने हमारी ऐसे वक्त में बहुत हेल्प करी है। थैंक यू। ശ്രീനഗറിൽ നിന്നും പഹൽഗാമിലേക്ക് വന്ന ഒരു ഹൈന്ദവ സഹോദരിയാണത്. ആ സഹോദരി വളരെയധികം മനോഹരമായി കൊണ്ട് തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട്. കശ്മീരിലെ മുസ്ലിം യുവാക്കളെ കുറിച്ച് പലപ്പോഴായി ഇസ്ലാമിക വിരുദ്ധർ അവർ തീവ്രവാദികളാണെന്ന് പറഞ്ഞു വെക്കാറുണ്ട്. എന്നാൽ അവർ അങ്ങനെയുള്ളവരല്ല. അവർ മനുഷ്യ സ്നേഹികളാണ്. തന്റെ അടുത്തിരിക്കുന്ന ആ ഒരു കശ്മീരിലെ ആ ഒരു മുസ്ലിം യുവാവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ സഹോദരി പറഞ്ഞു വെക്കുകയാണ്, ഇദ്ദേഹം എനിക്ക് വേണ്ടി എല്ലാവിധ സഹായങ്ങളും ചെയ്തു തന്നു. എനിക്ക് കിടക്കാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തി, എനിക്ക് കഴിക്കാനുള്ള ഭക്ഷണങ്ങൾ തന്നു, എല്ലാവിധ സഹായങ്ങളും ചെയ്തു തന്നു. ഈ കശ്മീർ ജനത ചേർത്ത് പിടിക്കുന്ന ഇസ്ലാമിനെയാണ് ഇത്തരം വർഗീയവാദികൾ നിരന്തരമായി സമൂഹ മാധ്യമങ്ങളിലൂടെയും വാർത്താ മാധ്യമങ്ങളിലൂടെയും കളിയാക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എത്ര തന്നെ നിങ്ങൾ മൂടിവെച്ചാലും ഒരു നാൾ സത്യം എന്തായാലും പുറത്തു വരും. നോക്കൂ, ഈ ഒരു ഭീകരാക്രമണത്തിന്റെ ഭാഗമായിട്ടൊരു BJP നേതാവ് സമൂഹ മാധ്യമത്തിൽ കുറിച്ച ഒരു പോസ്റ്റാണ് ഇപ്പോൾ സകല സംഘികളെയും
വല്ലാതെ ഞെട്ടിപ്പിച്ചിരിക്കുന്നത്. അരവിന്ദ് സഗർവാൾ എന്ന് പറയുന്ന ഒരു BJP നേതാവാണ് കശ്മീരിലെ ഒരു മുസ്ലിം സഹോദരനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിൽ കൂടി ചില കാര്യങ്ങൾ പറഞ്ഞു വച്ചത്. യു സേവ്ഡ് us by risking your life. We will never be able to repay the favor of നസാഖത്ത് ബായ്. നസാഖത്ത് എന്ന് പറയുന്ന കശ്മീരിലെ ഒരു മുസ്ലിം സഹോദരൻ, അദ്ദേഹം തന്റെ സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തിക്കൊണ്ടാണ് ഈ BJP നേതാവിനെ അവിടെ നിന്നും രക്ഷപ്പെടുത്തിയത്. ഈ ഉപകാരത്തിന് ഞങ്ങൾ തിരിച്ച് എന്തു ചെയ്താലും മതിയാകില്ല എന്നായിരുന്നു ആ BJP നേതാവ് പറഞ്ഞു വെച്ചത്. നോക്കൂ, ഇത്രയും നാൾ മുസ്ലിമീങ്ങളോട് വെറുപ്പും വിദ്വേഷവും വെച്ചു പുലർത്തുന്ന സംഘികൾക്ക് പോലും ഇപ്പോൾ സത്യം പറഞ്ഞു വെക്കേണ്ട ഒരവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു. പക്ഷേ എത്ര തന്നെ കണ്ടാലും, എത്ര തന്നെ സത്യം മുന്നിൽ കണ്ടാലും ചില സംഘികൾ ആ സത്യത്തെ സമ്മതിക്കുകയില്ല. അവർ അതിനെ പലവിധ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് ന്യായീകരിച്ചുകൊണ്ടേയിരിക്കും. BJPയുടെ ചാലക്കുടി മണ്ഡലം കമ്മിറ്റി സ്ഥാപിച്ച ഒരു ഫ്ലക്സാണിത്. ആ ഫ്ലക്സിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: കശ്മീരിൽ പഹൽഗാമിൽ ഇസ്ലാമിക ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ. നോക്കി എത്രത്തോളം വർഗീയതയാണ് സംഘികളുടെ മനസ്സിൽ അടിഞ്ഞുകൂടി കിടക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പാകിസ്ഥാൻ തീവ്രവാദികളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് എന്ന് പറയുന്നതിന് പകരം ഇസ്ലാമിക ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന് വരുത്തി തീർക്കുകയാണ് ഈ സംഘികൾ. നോക്കൊരു മുസ്ലിമിന് ഒരിക്കലും തീവ്രവാദിയാകാൻ കഴിയില്ല. തീവ്രവാദിയാകുന്നവൻ ഒരു മുസ്ലിം ആയിരിക്കുകയില്ല. പക്ഷേ ഇസ്ലാമിനെ ഒരു തീവ്രവാദത്തിന്റെ മതമാക്കി മാറ്റണമെന്നുള്ള ആ ഒരു കൃത്യമായ അജണ്ട നടപ്പിലാക്കാൻ കച്ചകെട്ടിറങ്ങിയ ചില സംഘി വർഗീയവാദികൾക്ക് അവരോട് എത്ര പറഞ്ഞാലും അവരുടെ തലയിൽ കയറില്ല. എത്ര സത്യം അവരുടെ കൺമുന്നിൽ കണ്ടാലും അത്തരം വർഗീയവാദികൾ മനസ്സിലാക്കുകയില്ല. പഹൽഗാം ആക്രമണത്തിന് പ്രതികാരമെന്നോണം ക്ഷത്രിയ ഗോത്രരക്ഷാ ദൾ എന്ന് പറയുന്ന ഒരു സംഘടനയിലെ 2 സംഘി വർഗീയവാദികൾ ആഗ്രയിലെ ഒരു മുസ്ലിം യുവാവിനെ വെടിവെച്ച് കൊലപ്പെടുത്തി. ഇതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ പാകിസ്ഥാനിലെ തീവ്രവാദികൾ എന്താണോ കൃത്യമായി ഉദ്ദേശിച്ചത് അത് തന്നെയാണ് ഇന്ത്യയിലെ സംഘികളും നടപ്പിലാക്കുന്നത്. നോക്കൂ, 28ഓളം ആളുകൾ കൊല്ലപ്പെട്ട വളരെയധികം ദുഃഖകരമായ ഒരു സാഹചര്യത്തിൽ പോലും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി ബീഹാറിലെ തിരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തിരക്കിലാണ്. നോക്കൂ, ഈ ഒരു വേളയിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയുടെയും ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയുടെയും പ്രവർത്തനങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുകയാണ്. സൗദി സന്ദർശനം വെട്ടിച്ചുരുക്കി നരേന്ദ്രമോദി നേരെ പോയത് ബീഹാറിലെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്കാണ്. എന്നാൽ മറുവശത്ത് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി അദ്ദേഹം അമേരിക്കൻ സന്ദർശനം വെട്ടിച്ചുരുക്കിക്കൊണ്ട് അദ്ദേഹം ഭീകരാക്രമണത്തിൽ പരിക്കേറ്റവരുടെ അടുത്തേക്കാണ് ചെന്നത്. നരേന്ദ്രമോദി ഗുജറാത്തിലെ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് അന്നത്തെ പ്രധാനമന്ത്രിയായ മൻമോഹൻ സിംഗിനോട് നരേന്ദ്രമോദി ചോദിച്ച കുറെ ചോദ്യങ്ങൾ വീണ്ടും സമൂഹ മാധ്യമങ്ങളിൽ വീണ്ടും ഈ ഒരു ആക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ച ചെയ്യപ്പെടുകയാണ്. സൈന്യം നിങ്ങളുടെ കയ്യിലല്ലേ, എന്നിട്ടും തീവ്രവാദികൾ എങ്ങനെ വരുന്നു? അതിർത്തികൾ പൂർണ്ണമായും നിങ്ങളുടെ കീഴിലല്ലേ? അവർക്ക് ആയുധങ്ങൾ എവിടെ നിന്ന് കിട്ടുന്നു എന്നുള്ള ചോദ്യമായിരുന്നു ആ സമയത്ത് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായ മൻമോഹൻ സിംഗിനോട് ചോദിച്ചത്. നോക്കൂ, അന്ന് ആ ഒരു ചോദ്യം ചോദിച്ച അതേ വ്യക്തി തന്നെയാണ് ഇന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. ആ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി ഭരിക്കുന്ന ഈ ഒരു സമയത്താണ് ഇത്തരത്തിലുള്ള വലിയൊരു ഭീകരാക്രമണം ഇന്ത്യയിൽ നടന്നത്. ഈ ചോദ്യം തന്നെയാണ് ഇന്ത്യയിലെ ഓരോ ജനതയും ഇപ്പോൾ നരേന്ദ്രമോദിയോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് പാകിസ്ഥാനിൽ നിന്നും അതിർത്തി കടന്ന് ഇന്ത്യയിലേക്ക് ഇത്രയും ദൂരം വളരെയധികം നിസ്സാരമായി കടന്നുവരാനും 10-20 മിനിറ്റോളം അവിടെ ആക്രമണം നടത്താനും എങ്ങനെ ആ ഭീകരവാദികൾക്ക് സാധിച്ചു എന്നുള്ളത് ഇപ്പോൾ ഇന്ത്യയിലെ ജനങ്ങൾ നരേന്ദ്രമോദിയോടും നരേന്ദ്രമോദി ഭരിക്കുന്ന ആ ഒരു BJP എന്ന് പറയുന്ന പാർട്ടിയോടും ചോദ്യം ഇങ്ങനെ ഉന്നയിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ ഒരു ഭീകരാക്രമണത്തിൽ ഇന്റലിജൻസിനും കേന്ദ്രസേനയ്ക്കും വീഴ്ച പറ്റിയെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ, എങ്ങനെയാണ് ഈ ഭീകരവാദികൾ കടന്നു വന്നത്? കിലോമീറ്ററുകൾക്കപ്പുറത്ത് പാകിസ്ഥാനിൽ നിന്നും തോക്കുമേന്തിക്കൊണ്ട് അവിടെ വിന്യസിച്ചിരിക്കുന്ന 10,000-കണക്കിന് സൈനികരെ കണ്ണുവെട്ടിച്ച് എങ്ങനെയാണ് ഭീകരവാദികൾക്ക് ഇവിടേക്ക് എത്താൻ സാധിച്ചത്? വലിയ രീതിയിലുള്ള സുരക്ഷാ വീഴ്ച അത് ഈ ഒരു സംഭവത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. നോക്കൂ, കേരള സംസ്ഥാനത്തിന്റെ BJP അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖറിന് പോലും അത് കൃത്യമായി സമ്മതിക്കേണ്ടി വരികയാണ്. പഹൽഗാമിൽ സുരക്ഷാ വീഴ്ചയുണ്ടായിരുന്നത് എല്ലാവരും കാണുന്നതല്ലേ? എങ്ങനെ നടന്നു എന്നുള്ളതെല്ലാം സർക്കാർ പരിശോധിക്കും. മുസ്ലിമീങ്ങളെയും ഹൈന്ദവരെയും പരസ്പരം തമ്മിൽ തല്ലിപ്പിച്ച് ഇന്ത്യയിലൊരു വർഗീയ കലാപം ഉണ്ടാക്കാനുള്ള പാകിസ്ഥാൻ ഭീകരവാദികളുടെ ആ ഒരു അജണ്ട അത് ഏറ്റുപിടിച്ച് ഇന്ത്യയിൽ നടപ്പിലാക്കാൻ ശ്രമിച്ച കേരളത്തിലെ സംഘികളെല്ലാം ഇപ്പോൾ വെട്ടിലായിരിക്കുകയാണ്.